നമസ്കാരം. ഉപ്പിൻ്റെ കുറച്ച് MCQ ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തത്, ഹൗ ആക്സസ് സ്പെസിഫയർ ഇൻ എ ക്ലാസ് ഹെൽപ്പ് ഇൻ അബ്സ്ട്രാക്ഷൻ. Abstraction concept is not used in classes. They helps in keeping things together. They does not help in any way. They allow us to show only required things to outer world. എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൗ ആക്സസ് സ്പെസിഫയർ ഇൻ ക്ലാസ് ഹെൽപ്സ് ഇൻ അബ്സ്ട്രാക്ഷൻ. അബ്സ്ട്രാക്ഷൻ അകത്തോട്ട് എങ്ങനെയാണ് ആക്സസ് സ്പെസിഫയേഴ്സ് ഒരു ക്ലാസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ് താഴെ കൊടുത്തിരിക്കുന്നത് ആപ്റ്റായിട്ടുള്ളത്? അബ്സ്ട്രാക്ഷൻ കോൺസെപ്റ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ ക്ലാസ്സസ്. ക്ലാസ്സസിനകത്ത് അബ്സ്ട്രാക്ഷൻ കോൺസെപ്റ്റ് ഉപയോഗിക്കാറേയില്ല. ദേ ഹെൽപ്പ് ഇൻ കീപ്പിംഗ് തിങ്സ് ടുഗദർ. ഓരോരോ കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് ആക്കാനും കൊണ്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നു. ദേ ഡസ് നോട്ട് ഹെൽപ്സ് ഇൻ എനി വേ. ഒരു തരത്തിലും നമ്മളെ അവർ ഹെൽപ്പ് ചെയ്യുന്നില്ല. ദേ അലൗ അസ് ടു ഷോ ഓൺലി റിക്വയർഡ് തിങ്സ് ടു ഔട്ടർ വേൾഡ്. ആവശ്യമായ കാര്യങ്ങൾ മാത്രം ഔട്ടർ വേൾഡിലിട്ട് കാണിക്കുന്നുണ്ട്. ഇതിലേതാ കറക്റ്റ് ആയിട്ടുള്ളത്? അബ്സ്ട്രാക്ഷനൊക്കെ നമ്മൾ നോക്കിയിട്ടുള്ളതായിരുന്നു. ആൻസർ എന്ന് പറയുന്നത് ദേ അലൗ അസ് ടു ഷോ ഓൺലി റിക്വയർഡ് തിങ്സ് ടു ഔട്ടർ വേൾഡ്. അബ്സ്ട്രാക്ഷൻ്റെ മീനിങ് അങ്ങനെയല്ല, ആവശ്യമായ കാര്യങ്ങൾ മാത്രം കാണിക്കുന്നു, അല്ലാത്തല്ല അവരെന്ത് ചെയ്യുന്നു? ഹൈഡ് ചെയ്ത് വയ്ക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് മോഡുലാരിറ്റി മീൻ? എന്താണ് ഒരു മോഡുലാരിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്? റാപ്പിംഗ് തിങ്സ് ഇൻ ടു സിംഗിൾ യൂണിറ്റ് ഇല്ലേ? ഒരു എന്ത് ചെയ്യുന്നു? ഒരു സിംഗിൾ യൂണിറ്റായിട്ട് റാപ്പ് ചെയ്ത് വയ്ക്കുന്നു. ഓവർ റൈഡിങ് പാർട്സ് ഓഫ് പ്രോഗ്രാംസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഓവർ റൈഡിങ് പാർട്സ് ഓഫ് പ്രോഗ്രാം. ഓരോരോ പ്രോഗ്രാമിൻ്റെ പാർട്സിനെ ഓവർ റൈഡ് ചെയ്യുന്നു. ഹൈഡിങ് പാർട്സ് ഓഫ് പ്രോഗ്രാംസിൻ്റെ ഓരോ പാർട്സിനെ ഹൈഡ് ചെയ്ത് വയ്ക്കുന്നു. സബ് ഡിവൈഡിങ് പ്രോഗ്രാംസ് ഇൻ ടു സ്മാൾ ഇൻഡിപെൻഡൻറ്റ് പാർട്സ്. ഇപ്പോൾ പ്രോഗ്രാമിൻ്റെ ഓരോരോ പാർട്സിനെയും എന്ത് ചെയ്യുന്നു? ഒരു സ്മാൾ ഇൻഡിപെൻഡൻറ്റ് പാർട്സുകളായിട്ട് എന്ത് ചെയ്യുന്നു? സബ് ഡിവൈഡ് ചെയ്ത് വെക്കുന്നു. മോഡുലാരിറ്റി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? എന്താണ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി, സബ് ഡിവൈഡിങ് പ്രോഗ്രാംസ് ഇൻ ടു സ്മാൾ ഇൻഡിപെൻഡൻറ്റ് പാർട്സ്. ഓരോരോ കുഞ്ഞ് പാർട്ടാക്കി, ഓരോരോ യൂണിറ്റുകളാക്കി, ഓരോ കൊച്ചു പാർട്ടാക്കി മാറ്റുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? മോഡുലാരിറ്റി എന്ന് പറയുന്നത്. പ്രോഗ്രാമിൻ്റെ ഓരോരോ സെക്ഷനെയും നമ്മൾ ഓരോ ചെറിയ സെക്ഷനാക്കി ഓരോരോ കുഞ്ഞു പാർട്ടാക്കി മാറ്റുന്നതിനാണ് മോഡുലാരിറ്റി എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്? അപ്പോൾ ഇത് എനിക്കൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ആഡ് ചെയ്തതാണ്. നമ്മൾ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിന് അനുയോജ്യമായെന്നാണ് കൊടുത്തിരിക്കുന്നത്? നോക്കുക, എ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അത് സെമിക്കോളൻ ഇട്ടിട്ടാണ് എയിൽ നിന്ന് സി പോയിട്ടുണ്ട്. പിന്നെ ബിയിൽ നിന്ന് എ പോയിട്ടുണ്ട്. എ കോമ ബിയിൽ നിന്ന് സി പോയിട്ടുണ്ട്. പിന്നെ എയിൽ നിന്ന് ബി, ബിയിൽ നിന്ന് സി. അപ്പോൾ ഇതിൽ ഏതായിരിക്കും മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിന് ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ ഓപ്ഷൻ സി ആണ്. എയിൽ നിന്നും ബിയിൽ നിന്നും സി ഡിറൈവ് ആവുന്നു. അപ്പോൾ ഈ എ എന്നൊക്കെ പറയുന്നത് പേരൻ്റ് ആണ് കേട്ടോ. സി എന്ന് പറയുന്നത് ചൈൽഡ്. നമ്മൾ പേരൻ്റ് ക്ലാസ് ഉണ്ട്, ചൈൽഡ് ക്ലാസ് ഉള്ളതെന്നുള്ള ആ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെറൈറ്റി രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കുക, അപ്പോൾ എയും ബി എന്ന് പറയുന്ന രണ്ട് പേരൻ്റ് ക്ലാസ്, അതിൽ നിന്ന് ഒരു ചൈൽഡ് ക്ലാസ് ഡിറൈവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നതാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, എ കോമ ബി, അതിൽ നിന്നിട്ട് സി ഡിറൈവ് ആവുന്നു. നെക്സ്റ്റ്, റാപ്പിംഗ് ഡാറ്റ ആൻഡ് ഇറ്റ്സ് റിലേറ്റഡ് ഫങ്ഷനാലിറ്റി ഇൻ ടു എ സിംഗിൾ എൻറ്റിറ്റി ഈസ് നോൺ ആസ്. എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഡേറ്റയെയോ അതിൻ്റെ ഫങ്ഷനാലിറ്റികളെയോ ഒരു സിംഗിൾ യൂണിറ്റായിട്ട് റാപ്പ് ചെയ്ത് വെക്കുന്നതിനെ എന്താണ് പറയുന്നത്? പോളിമോർഫിസം, എൻകാപ്സുലേഷൻ, അബ്സ്ട്രാക്ഷൻ, മോഡുലാരിറ്റി. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ആൻസർ ബി, എൻകാപ്സുലേഷൻ. ഒരു സിംഗിൾ യൂണിറ്റായിട്ട് പൊതിഞ്ഞ് വയ്ക്കുന്ന റാപ്പ് ചെയ്യുന്നതിന് എന്താണ് പറയുന്നത്? എൻകാപ്സുലേഷൻ എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു. വാട്ട് ഡസ് പോളിമോർഫിസം ഇൻ ഊപ്പ് മീൻസ്? ഊപ്പിനകത്ത് പോളിമോർഫിസം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഒന്ന്, കോൺസെപ്റ്റ് ഓഫ് ഹൈഡിങ് ഡേറ്റ. ഡേറ്റ എന്ത് ചെയ്യുന്നു? ഹൈഡ് ചെയ്ത് വയ്ക്കുന്നു. കോൺസെപ്റ്റ് ഓഫ് റാപ്പിംഗ് തിങ്സ് ഇൻ സിംഗിൾ യൂണിറ്റ്. ഒരു സിംഗിൾ യൂണിറ്റായിട്ട് റാപ്പ് ചെയ്ത് വയ്ക്കുന്നു. കോൺസെപ്റ്റ് ഓഫ് കീപ്പിംഗ് തിങ്സ് ഇൻ ഡിഫറെൻറ്റ് മൊഡ്യൂൾസ്. ഓരോരോ മൊഡ്യൂൾസ് ആയിട്ടോ, അല്ലെങ്കിൽ ഓരോ കൊച്ചു മൊഡ്യൂൾസോ, അല്ലെങ്കിൽ ഓരോരോ ഫയൽസ് ആയിട്ടോ, അല്ലെങ്കിൽ കുഞ്ഞു പാർട്ടായിട്ടോ എന്ത് ചെയ്തിരിക്കുന്നു? കീപ്പ് ചെയ്ത് വയ്ക്കുന്നു. കോൺസെപ്റ്റ് ഓഫ് അലോയിങ് ഓവർ റൈഡിങ് ഓഫ് ഫങ്ഷൻസ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫങ്ഷനുകളെല്ലാം ഓവർ റൈഡ് ചെയ്യുന്നത്. ഇതിലേതാണ് പോളിമോർഫിസം കൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ് ആൻസർ? കോൺസെപ്റ്റ് ഓഫ് അലോയിങ് ഓവർ റൈഡിങ് ഓഫ് ഫങ്ഷൻസ്. ഫങ്ഷൻസിനെ ഓവർ റൈഡ് ചെയ്യുന്ന കോൺസെപ്റ്റാണ് എന്ത്? പോളിമോർഫിസം കൊണ്ട് അർത്ഥമാക്കുന്നത്. വിച്ച് കോൺസെപ്റ്റ് അലൗ യു ടു റീയൂസ് ദ റിട്ടേൺ
കോഡ്. അപ്പോൾ കോഡുകളെ നമ്മൾ വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യുന്നതിനെ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന്, ഏത് കോൺസെപ്റ്റാണ് അനുയോജ്യമായിട്ടുള്ളത്, എൻക്യാപ്സുലേഷൻ ആണോ, ഇൻഹെറിറ്റൻസ് ആണോ, അബ്സ്ട്രാക്ഷൻ ആണോ, പോളിമോർഫിസം ആണോ, ഇതിലേതാണ് കോഡുകൾ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഇൻഹെറിറ്റൻസ് ആണ് കേട്ടോ. വിച്ച് അനലോഗി ആക്യുറേറ്റ്ലി ഡിസ്ക്രൈബ്സ് ദ കോൺസെപ്റ്റ് ഓഫ് അബ്സ്ട്രാക്ഷൻ ഇൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാം? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്, ഇപ്പം ഓപ്ഷൻസ് വരും, അതിൽ നിന്ന് ഏതാണ് അനുയോജ്യമായിട്ടുള്ളത്, എന്തിന് അബ്സ്ട്രാക്ഷൻ അനുയോജ്യമായിട്ടുള്ള കാര്യം ഏതാണെന്ന്. ഒന്ന്, ലൈക്ക് എ കാർസ് ഡാഷ്ബോർഡ്, ഒരു കാറിൻ്റെ ഡാഷ്ബോർഡ് പോലെ. വിച്ച് ഹൈഡ് ദ കോംപ്ലക്സ് എഞ്ചിൻ പാർട്സ്, അവരെന്ത് ചെയ്യുന്നു, കോംപ്ലക്സ് ആയിട്ടുള്ള എഞ്ചിൻ പാർട്സുകളെല്ലാം ഹൈഡ് ചെയ്ത് വയ്ക്കുന്നു, അതിൻ്റെ മെക്കാനിസത്തെയും ഒക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഓൺലി ഷോയിങ് എസെൻഷ്യൽ കൺട്രോൾസ് ആൻഡ് ഇൻഫർമേഷൻസ്, ആവശ്യമായ കൺട്രോളും അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് മാത്രമേ അവരെന്ത് ചെയ്യുന്നുള്ളൂ, ഷോ ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഹൈഡ് ചെയ്ത് വയ്ക്കുന്നു. അടുത്തത്, ലൈക്ക് ഓപ്പണിംഗ് ദ ഹുഡ് എ കാർ ആൻഡ് എക്സാമിങ് എവറി എഞ്ചിൻ പാർട്സ് വൈൽ ഡ്രൈവിംഗ്. എന്താ പറഞ്ഞിരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നു. ലൈക്ക് പെയിൻറ്റിങ് എ പിക്ചർ, ഒരു പിക്ചർ പെയിൻറ്റ് ചെയ്യുന്ന കണക്ക്, വേർ എവറി ബ്രഷ് സ്ട്രോക്ക് ഈസ് വിസിബിൾ ആൻഡ് ഡീറ്റെയിൽഡ് ഫോർ വ്യൂവർ. ഒരു ചിത്രം വരയ്ക്കുമ്പോൾ അതിനകത്ത് എല്ലാ ബ്രഷിൻ്റെ കാര്യങ്ങളും ഓരോരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ വ്യൂവറിന് കാണിക്കുന്നു. ലൈക്ക് റൈറ്റിംഗ് എ ബുക്ക്, എവറി ക്യാരക്ടേഴ്സ് തോട്ട്സ് ആർ ഫുള്ളി എക്സ്പോസ്ഡ് ഇൻ എവറി ക്യാരക്ടേഴ്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ബുക്കിനകത്തോട്ട് എല്ലാ ക്യാരക്ടറുടെയും എല്ലാ കാര്യങ്ങളും എക്സ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റായിട്ട് അബ്സ്ട്രാക്ഷൻ മീനിങ് വരുന്നത്? എന്താണ്? ഓപ്ഷൻ എ ആണ്. ലൈക്ക് എ കാർ ഡാഷ്ബോർഡ്, ഒരു കാറിൻ്റെ ഡാഷ്ബോർഡിലൊക്കെ എന്താ ആവശ്യമായ കാര്യങ്ങൾ മാത്രം പുറത്തോട്ട് കാണിക്കുന്നു, അല്ലാത്ത കാര്യങ്ങളെല്ലാം ഹൈഡ് ചെയ്ത് വയ്ക്കുന്നു. അതാണ് അബ്സ്ട്രാക്ഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് അബ്സ്ട്രാക്ഷൻ ഇൻ വാട്ട് ഈസ് അബ്സ്ട്രാക്ഷൻ ഇൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്? ഊപ്പിനകത്ത് വരുന്ന അബ്സ്ട്രാക്ഷൻ കൊണ്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് അനുയോജ്യമായിട്ടുള്ള എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ടെക്നിക് ടു എൻഷുർ ദാറ്റ് ഓൾ ഒബ്ജക്റ്റ് ഷെയർ ദ സെയിം പ്രോപ്പർട്ടീസ് ആൻഡ് മെത്തേഡ്സ്. എന്താണ് സെയിം പ്രോപ്പർട്ടീസും മെത്തേഡ്സും ഉള്ള ഒരു കാര്യം അല്ലേ? ടെക്നിക് ടു എൻഷുർ ദാറ്റ് ഓൾ ഒബ്ജക്റ്റ് ഷെയർ ദ സെയിം പ്രോപ്പർട്ടീസ് ആൻഡ് മെത്തേഡ്സ്. ഇതൊരു ടെക്നിക്കാണ്. എന്താ, ഒരു ഒബ്ജക്റ്റിൽ സെയിം പ്രോപ്പർട്ടീസും മെത്തേഡ്സും ഉള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിൻ്റെ ആ ഒരു ടെക്നിക്കാണോ? എ ഡിസൈൻ പ്രിൻസിപ്പിൾ ദാറ്റ് ഹൈഡ് കോംപ്ലക്സ് ഡീറ്റെയിൽസ് ഫ്രം ദ യൂസർ പ്രൊവൈഡിങ് എ സിംപ്ലർ ഇൻ്റർഫേസ്. എന്താണ് ഹൈഡ് ചെയ്ത് വെക്കുന്നു? കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാണിക്കുന്നു. എ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ദ സെയിം ഫംഗ്ഷൻ, ഒരു സെയിം ഫംഗ്ഷൻ തന്നെ മൾട്ടിപ്പിൾ കോപ്പീസ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. ദ കൺവേർഷൻ ഓഫ് റിയൽ വേൾഡ് എൻറ്റിറ്റീസ് ഇൻ ടു ഡിജിറ്റൽ ഫോം, റിയൽ വേൾഡ് എൻറ്റിറ്റീസിനെ ഡിജിറ്റൽ ഫോമിലോട്ട് എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നതിൽ ഏതാണ് അബ്സ്ട്രാക്ഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്? നമുക്ക് എളുപ്പമാണ്. എന്താണ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി, എ ഡിസൈൻ പ്രിൻസിപ്പിൾ ദാറ്റ് ഹൈഡ് കോംപ്ലക്സ് ഡീറ്റെയിൽസ് ഫ്രം ദ യൂസർ പ്രൊവൈഡിങ് എ സിംപ്ലർ ഇൻ്റർഫേസസ്. വെൻ OOP concept did first come into picture? Okay, when OOP concept did first came into picture, എന്നാണ് OOP concept എന്താണ് വന്നിരിക്കുന്നത്? എന്തിലോട്ട്? ഇൻറ്റു പിക്ചർ ഫോമാറ്റിലോട്ട്. എന്നാണ്? 1980, 1985, 1995, 1970, 1993. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞത് എന്താണ്? 1970 കേട്ടോ. എനിക്ക് തോന്നി ഓപ്ഷൻ എ ഞാൻ കൊടുത്തത് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന്. 1980 എന്നായിരിക്കാം ഞാൻ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അത് മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും. വാട്ട് ഈസ് ഒബ്ജക്റ്റ് ഇൻ C++? വാട്ട് ഈസ് ആൻ ഒബ്ജക്റ്റ് ഇൻ C++? C++ൻ്റെ ഒബ്ജക്റ്റ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? എന്താണ്? ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ക്ലാസ്, ക്ലാസ്സിൻ്റെ ഒരു ഫങ്ഷനാണ്. ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ദ ക്ലാസ്, ക്ലാസ്സിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആണ്. ഇറ്റ് ഈസ് ദ ഡേറ്റ ടൈപ്പ് ഓഫ് ക്ലാസ്, ക്ലാസ്സിലെ ഒരു ഡേറ്റ ടൈപ്പാണിത്. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ സിൻടാക്സ് ഓഫ് ക്ലാസ്, ക്ലാസ്സിലെ ഒരു സിൻടാക്സിൻ്റെ പാർട്ടാണ്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? എളുപ്പമാണ്. എന്താണ്? ക്ലാസ്സിലെ ഒരു ഇൻസ്റ്റൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ബി. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് തെറ്റിപ്പോയിട്ടാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി, ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റൻറ്റ് ഓഫ് ക്ലാസ്സസ്. ഇവിടെ സി അല്ല, ബി ആണ്.
നെക്സ്റ്റ്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മെമ്മറി അലോക്കേറ്റഡ് ഫോർ ദ ഒബ്ജക്ട്സ്. ഒബ്ജക്റ്റുകൾക്ക് വേണ്ടി മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന താഴെ പറയുന്നതിൽ ഏതാണെന്ന്. റാം, റാൻഡം ആക്സസ് മെമ്മറി, അത് ഞാൻ ജസ്റ്റ് ഫുൾ ഫോം കൂടെ ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. റാം, റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി, ക്യാഷ്, HDD ഹാർഡ് ഡിസ്ക് ഡ്രൈവ്. ഏതിലോട്ടാണോ ഒബ്ജക്റ്റുകൾക്ക് വേണ്ടി മെമ്മറീസ് അലോക്കേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് റാം ആണ്. റാമിലാണ് ഒബ്ജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി. ഇപ്പോൾ റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി, HDD എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് കൊടുത്തിട്ടുണ്ടല്ലോ. നെക്സ്റ്റ് നോക്കുക, ടോട്ടൽ ഇൻസ്റ്റൻസ് ഓഫ് ദ അബ്സ്ട്രാക്റ്റ് ക്ലാസ് ദാറ്റ് ക്യാൻ ബി ക്രിയേറ്റഡ്. ടോട്ടൽ ഇൻസ്റ്റൻസ് ഓഫ് ആൻ അബ്സ്ട്രാക്റ്റ് ക്ലാസ് ദാറ്റ് ക്യാൻ ബി ക്രിയേറ്റഡ്. ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 8. എന്താണ് ആൻസർ എന്ന് പറയുന്നത്? 0 അല്ലേ? ടോട്ടൽ ഇൻസ്റ്റൻസ് ഓഫ് ആൻ അബ്സ്ട്രാക്റ്റ് ക്ലാസ് ദാറ്റ് ക്യാൻ ബി ക്രിയേറ്റഡ്. ഒരു അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിന് എത്ര ഇൻസ്റ്റൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. എത്രയാണ്? 0 ആണ് ആൻസർ വരുന്നത്. ഇൻസ്റ്റൻസ് ഓഫ് അബ്സ്ട്രാക്റ്റ് ക്ലാസ് കനോട്ട് ബി മെയ്ഡ്. എന്താണ് അതിനർത്ഥം? എന്താണ് പറഞ്ഞിരിക്കുന്നത്? അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റീഡ് ചെയ്യാൻ പറ്റത്തില്ല, ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അണ്ടർ വിച്ച് പില്ലർ ഓഫ് OOP ഡു ബേസ് ക്ലാസ് ആൻഡ് ഡിറൈവ്ഡ് ക്ലാസ് റിലേഷൻഷിപ്പ് കം? ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു. ബേസ് ക്ലാസ്, ഡിറൈവ്ഡ് ക്ലാസ്, അല്ലെങ്കിൽ പേരൻ്റ് ക്ലാസ്, ചൈൽഡ് ക്ലാസ് എന്നുള്ള ഒരു സംഭവം. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് അതിൽ നിന്ന് കറക്റ്റായിട്ട് വരുന്നത്? ഏതായിരുന്നു? പോളിമോർഫിസം ആണോ, ഇൻഹെറിറ്റൻസ് ആണോ, എൻക്യാപ്സുലേഷൻ ആണോ, അബ്സ്ട്രാക്ഷൻ ആണോ? ഏതായിരുന്നു ആൻസർ? ആൻസർ ബി, ഇൻഹെറിറ്റൻസ്. നമ്മൾ പേരൻ്റ് ക്ലാസ്, ചൈൽഡ് ക്ലാസ്സിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു. അത് ഇൻഹെറിറ്റൻസ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ടോട്ടൽ ടൈപ്സ് ഓഫ് പോളിമോർഫിസം ഇൻ C++ ആണ്. എത്ര ടൈപ്പ് പോളിമോർഫിസം ഉണ്ടെന്ന് അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ടോട്ടൽ എത്ര തരത്തിലുള്ള പോളിമോർഫിസം ഉണ്ടെന്ന്? 1, 2, 3, 4. എത്രയാണ് കറക്റ്റ് ആൻസർ? 2 ആണ്. 2 ടൈപ്സ് ഓഫ് പോളിമോർഫിസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ ഡൗട്ട്. അപ്പം ആൻസർ എന്താണ്? 2 തരത്തിലുള്ള പോളിമോർഫിസമാണ് C++നകത്ത് ഉള്ളത്. ഒന്ന് റൺ ടൈം പോളിമോർഫിസം, ഒന്ന് കമ്പൈൽ ടൈം പോളിമോർഫിസം. റൺ ടൈമിലുള്ളതും കമ്പൈൽ ചെയ്യുന്ന സമയത്തുള്ളതും 2 ടൈപ്പ് പോളിമോർഫിസമാണ് ഉള്ളത് കേട്ടോ. നെക്സ്റ്റ്, OOP aims to make software development more dash. എന്താ പറഞ്ഞിരിക്കുന്നത്? OOP aims to make software development more dash. ഓപ്ഷൻസ് നോക്ക്. എറർ പ്രോൺ, ഫ്ലെക്സിബിൾ, കോംപ്ലിക്കേറ്റഡ്, സീക്വൻഷ്യൽ. OOP എന്താണ് മെയിൻ ചെയ്യുന്നത്? ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ എന്താണ് ഇവർ OOPൻ്റെ ഒരു കാര്യം കൊണ്ട്, അല്ലെങ്കിൽ OOPൻ്റെ കോൺസെപ്റ്റൊക്കെ കൊണ്ട് എന്താണ് എയിം ചെയ്യുന്നത്? എററിൻ്റെ കാര്യമാണോ, അതോ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണോ നോക്കുന്നത്? കോംപ്ലിക്കേറ്റഡ് ആക്കുവാണോ, സീക്വൻഷ്യൽ ആക്കുവാണോ? എന്താണ് ആൻസർ എന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത് ബി, ഫ്ലെക്സിബിൾ ആണ് കേട്ടോ. മോർ ഫ്ലെക്സിബിൾ. OOP aims to make software development more ഫ്ലെക്സിബിൾ ആക്കുകയാണ് ചെയ്യുന്നത്. വാട്ട് ഈസ് ആൻ ഒബ്ജക്റ്റ് ഇൻ പ്രോഗ്രാമിംഗ്? പ്രോഗ്രാമിനകത്ത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? എ പീസ് ഓഫ് ഡേറ്റ. ഒരു പീസ് ഓഫ് ഡേറ്റ ആണോ? റൺ ടൈം എൻറ്റിറ്റി ആണോ? എ ടെംപ്ലേറ്റ് ഓഫ് ക്രിയേറ്റിംഗ് ഒബ്ജക്ട്സ്, എ ഫങ്ഷൻ. എന്താണ് ഒരു പ്രോഗ്രാമിലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് റൺ ടൈം എൻറ്റിറ്റി ആണ്. ആൻസർ എന്ന് പറയുന്നത് റൺ ടൈം എൻറ്റിറ്റി ആണ്. ഒരു പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു റൺ ടൈം എൻറ്റിറ്റി ആണ്. നെക്സ്റ്റ്, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് OOP വാട്ട് ഡസ് എ ക്ലാസ് പ്രൊവൈഡ്? എന്താണ് ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്? എ ബ്ലൂ പ്രിൻ്റ് ഫോർ ഒബ്ജക്റ്റ്, എ സ്പെസിഫിക് ഡേറ്റ ടൈപ്പ്, എ മെത്തേഡ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ, എ പ്രോഗ്രാമിംഗ് പാറ്റേൺ. അപ്പം ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ആ നോട്ടിൽ ആഡ് ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു നോട്ടിനകത്ത്. അപ്പം വാട്ട് ഡസ് എ ക്ലാസ് പ്രൊവൈഡ്? എന്താണ് താഴെ കൊടുത്തിരിക്കുന്നതെന്ന്? ഒരു ക്ലാസ് കൊണ്ട് എന്താണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്? ആൻസർ എന്ന് പറഞ്ഞാൽ ബ്ലൂ പ്രിൻ്റ് ഫോർ ഒബ്ജക്ട്സ് ആണ് കേട്ടോ. അപ്പോൾ അതിലെ നോട്ടിനകത്ത് ഒരു കാര്യം ഉണ്ടായിരുന്നു, ബ്ലൂ പ്രിൻ്റ് എന്ന്. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. A class provide a blueprint for creating objects, defining what attributes and methods they will
ഹാവ്. ഇത് ഞാൻ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു കാര്യം ഇവിടെ അടുത്തുണ്ടായിരുന്നു കേട്ടോ. വാട്ട് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ എ ക്ലാസ് ആൻഡ് ആൻ ഒബ്ജക്റ്റ്? ഓക്കെ, ഒബ്ജക്റ്റും ക്ലാസ്സും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന്. എ ക്ലാസ് ഈസ് എ ബ്ലൂ പ്രിൻറ്റ് വൈൽ ആൻ ഒബ്ജക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റൻറ്റ് ഓഫ് എ ക്ലാസ്. ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബ്ലൂ പ്രിൻ്റ് ആണ്. അതുപോലെ തന്നെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്ലാസ്സിലെ ഒരു ഇൻസ്റ്റൻറ്റും ആണ്. അടുത്തത് എ ക്ലാസ് ഈസ് എക്സിക്യൂട്ടബിൾ കോഡ് വൈൽ ആൻ ഒബ്ജക്റ്റ് ഈസ് നോട്ട്. എ ക്ലാസ് എന്ന് പറയുന്നത് ഒരു എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള കോഡാണ്, പക്ഷേ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അതല്ലാന്ന്. എ ക്ലാസ് കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് ഒബ്ജക്ട്സ് വൈൽ ആൻ ഒബ്ജക്റ്റ് ക്യാൻ എക്സിസ്റ്റ് വിത്തൗട്ട് ക്ലാസ്സസ്. അപ്പോൾ ക്ലാസ്സിനകത്ത് എന്താ ഒബ്ജക്റ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്ലാസ് ഇല്ലാതെയും പറ്റത്തില്ല. എന്താ നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലാസ് ഈസ് യൂസ്ഡ് ഓൺലി ഇൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് വൈൽ ഒബ്ജക്റ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എനി പ്രോഗ്രാമിംഗ് പാരഡിം. അപ്പം ക്ലാസ് എന്ന് പറയുന്നത് ഊപ്പിനകത്ത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, പക്ഷേ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രോഗ്രാമിൻ്റെ ഏതൊരു മാതൃകയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? എന്താണ് ഇവർ തമ്മിലുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്? എന്താണ്? ഓപ്ഷൻ എ ആണ്. ഒരു ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബ്ലൂ പ്രിൻ്റ് ആണ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആണ്. നെക്സ്റ്റ്, ഹൗ ഡു ഒബ്ജക്റ്റ് ഇൻ ഊപ്പ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ? അപ്പോൾ ഒബ്ജക്റ്റിനകത്തെ ഊപ്പിൽ വരുന്ന ഒബ്ജക്ട്സുകൾ തമ്മിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന്. ത്രൂ ഗ്ലോബൽ ഫങ്ഷൻസ്, ബൈ കോളിംഗ് മെത്തേഡ്സ് ഓൺ ഈച്ച് അതർ, യൂസിങ് സ്പെഷ്യൽ ഊപ്പ് കമ്മ്യൂണിക്കേഷൻ ഓപ്പറേറ്റേഴ്സ്, ബൈ ആക്സസിങ് ഈച്ച് അതേഴ്സ് മെമ്മറി ഡയറക്റ്റ്ലി. അപ്പോൾ നമ്മുടെ ഊപ്പിനകത്ത് വരുന്ന ഒബ്ജക്റ്റുകൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഗ്ലോബൽ ഫങ്ഷൻസ് വഴിയാണോ അതോ കോൾ ചെയ്യുന്നത് വഴിയാണോ, എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഊപ്പ് കമ്മ്യൂണിക്കേഷൻ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണോ, ബൈ ആക്സസിങ് എന്താണ് മെമ്മറി ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യുന്നത് വഴിയാണോ? ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി, ബൈ കോളിംഗ് മെത്തേഡ്സ് ഓൺ ഈച്ച് അതേഴ്സ്. അപ്പോൾ എന്താണ്? ബൈ കോളിംഗ് മെത്തേഡ്സ് ഓൺ ഈച്ച് അതേഴ്സ് എന്നാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് എൻക്യാപ്സുലേഷൻ? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് എൻക്യാപ്സുലേഷന് ഏറ്റവും അനുയോജ്യമായത്? ഏതാണ്? കമ്പൈനിങ് ഡേറ്റ ആൻഡ് മെത്തേഡ്സ് ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. ഡേറ്റയും മെത്തേഡ്സിൽ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്നു. ബ്രേക്കിംഗ് ഡൗൺ എ കോംപ്ലക്സ് പ്രോബ്ലം ഇൻ ടു സ്മാൾ പാർട്സ്. അപ്പം വലിയൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിൻ്റെ പാർട്സിനെ കുഞ്ഞു കുഞ്ഞു സ്മാളർ പാർട്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നു. അലോയിങ് ആൻ ഒബ്ജക്റ്റ് ടു പെർഫോം മെനി ഫോംസ് ഓഫ് ബിഹേവിയർ. ഒരു ഒബ്ജക്റ്റിനെ തന്നെ പല ബിഹേവിയറായിട്ട് മാറ്റുന്നു. ഹൈഡിങ് ദ ഇൻറ്റേർണൽ സ്റ്റേറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഫ്രം ദ ഔട്ട്സൈഡ് വേൾഡ്. ഇൻറ്റേർണൽ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു? ഹൈഡ് ചെയ്ത് വയ്ക്കുന്നു. ഔട്ട്സൈഡ് വേൾഡിലോട്ട് ഹൈഡ് ചെയ്ത് വയ്ക്കുന്നു. ഏതാണ് ഇതിനകത്ത് എൻക്യാപ്സുലേഷന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഏതാണ്? ഓപ്ഷൻ എ, കമ്പൈനിങ് ഡേറ്റ ആൻഡ് മെത്തേഡ്സ് ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. ഡേറ്റയും അതിൻ്റെ മെത്തേഡുകൾ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്തിരിക്കുന്നതിനാണ് എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. താങ്ക് യു.